ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2-ന്റെ പരീക്ഷാ തീയതി പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ കാറ്റഗറി നമ്പർ 611/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 31,100 രൂപ മുതൽ 66,800 രൂപ വരെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എക്സാം ഡേറ്റ് 25/4/2025 ആണ്. വളരെ ശ്രദ്ധിക്കുക, എക്സാം ഡേറ്റ് ഏപ്രിൽ 25-നായിരിക്കും പരീക്ഷ. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 19 ആണ്. അപ്പോൾ അവസാന തീയതിയിലേക്ക് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ. നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് നിങ്ങൾക്ക് സെലക്ഷൻ നടക്കുക. അതുകൊണ്ട് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസിന്റെ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 18ഉം കൊല്ലത്തും പത്തനംതിട്ടയിൽ 8 വീതവും വേക്കൻസീസ് അവൈലബിൾ ആണ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. എറണാകുളത്ത് 41ഉം തൃശ്ശൂരിൽ 52ഉം പാലക്കാട് 4, മലപ്പുറം 23, കോഴിക്കോട് 8, വയനാട് 5, കണ്ണൂർ 3, കാസർഗോഡ് 5. അങ്ങനെയാണ് വേക്കൻസി ലിസ്റ്റ് വരുന്നത്. നമ്മളൊരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ജോലി സാധ്യത തീർച്ചയായിട്ടും കൂടും. ഇനി നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് നടന്ന പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 571/2024 ആയിരുന്നു കാറ്റഗറി നമ്പർ അന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ട്രിവാൻഡ്രത്ത് 302 കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തതിൽ 89 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. 89 പേർ മെയിൻ ലിസ്റ്റ് ഇടം നേടുകയും 112 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. അവിടുത്തെ കട്ട് ഓഫ് 40.33 ആണ്. എക്സാം നടന്ന തീയതി 19/2/2020 ആണ്. കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഫോർ ദ എക്സാം നോട്ട് അവൈലബിൾ ആണ്. 76, 48 എന്നിങ്ങനെയായിരുന്നു മാർക്ക് ലിസ്റ്റിൽ യഥാക്രമം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. അതിൽ തന്നെ ഈ ജില്ലകളിൽ യഥാക്രമം 51, 13 എന്നീ നമ്പറുകളാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസുകളായിട്ട് പോയിട്ടുള്ളത്. 32 മാർക്കാണ് കൊല്ലത്ത് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 12 മാർക്കാണ് പത്തനംതിട്ടയിൽ 12.67 മാർക്കാണ് പത്തനംതിട്ടയിൽ ഇതായിട്ട് വന്നത്, കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നത്. കൊല്ലത്ത് എക്സാം നടന്നത് 20/1/2020-ലും പത്തനംതിട്ടയിൽ 18/12/2019-ലുമാണ് എക്സാം നടന്നത്. ഇനി ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ 111 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തത്. അതിൽ 58 പേർക്ക് മെയിൻ ലിസ്റ്റ് ഇടം നേടി, 42 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. 24 ആയിരുന്നു കട്ട് ഓഫ്. 13/2/2020-നാണ് എക്സാം നടന്നത്. കോട്ടയത്ത് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോട്ട് അവൈലബിൾ ആണ്. 88 പേർക്ക് മെയിൻ ലിസ്റ്റിൽ ഇടം നേടുകയും 40 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. 28.33 ആയിരുന്നു കട്ട് ഓഫ്. 20/1/2020-നായിരുന്നു പരീക്ഷ. എറണാകുളത്ത് 954 പേരാണ് പരീക്ഷ അപ്പിയർ ചെയ്തത്. അതിൽ 78 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. മെയിൻ ലിസ്റ്റ് ഇടം നേടിയത് 93 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. 36.67 ആയിരുന്നു കട്ട് ഓഫ്. 24/3/2020-നായിരുന്നു ഈ ഒരു പരീക്ഷ നടന്നത്. ഇനി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോട്ട് അവൈലബിൾ ആണ്. യഥാക്രമം 58, 84, 77 എന്നിങ്ങനെയാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. ഇതേ ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ 51, 85, 70 എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് അഡ്വൈസസ് വരുന്നത്. പാലക്കാട് 27, കോഴിക്കോട് 33.67, കണ്ണൂർ 34 മാർക്കും ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഈ ജില്ലകളിൽ പാലക്കാട് 11/2/2020-നും 31/12/2019 കോഴിക്കോടും 3/2/2020 കണ്ണൂരും എക്സാം നടക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 10 മൊഡ്യൂൾസ് ആണ് സിലബസിലുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽഡ് സിലബസ് ആ ഒരു മൊഡ്യൂൾസിന്റെ പേര് കാണാനായിട്ട് സാധിക്കും. 1 അനാട്ടമി ആൻഡ് ഫിസിയോളജി, 2 ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി, 3 ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെന്റ്, 6 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി, 5 പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, 6 എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്, 7 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, 8 ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്ട് പ്രിപ്പറേഷൻ.
9 ബിഹേവിയർ സയൻസസ്, സോഷ്യോളജി, ഫിസിയോളജി ആൻഡ് സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത്. 10 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് എന്നിങ്ങനെയാണ് ആ ഒരു മൊഡ്യൂൾസ്, നമ്പർ ഓഫ് മൊഡ്യൂൾസ് വരുന്നത്. ഇനി ഈ ഒരു സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് റെഫറൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാക്സ് പ്രിവെന്റീവ് സോഷ്യൽ മെഡിസിൻ യൂസ് ചെയ്യാം. ബേസിക് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ NCERTയുടെ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിബി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടറിന്റെ നിബി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിലുള്ള സെലക്ടഡ് ടോപ്പിക്സ് നമുക്ക് എടുക്കാവുന്നതാണ് റെഫറൻസ് ആയിട്ട്. അതോടൊപ്പം പോപ്പുലർ മാസ്റ്റർ ഗൈഡ് ഓഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ ബൈ R ഗുപ്തയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റെഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കേരള PSCയുടെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിമി ബേസ്ഡ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ സെലക്ടീവ് ടോപ്പിക്സ്, അതുപോലെ RRB ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ബൈ എഡ്യൂഗർല പബ്ലിക്കേഷൻ, ഇതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ നല്ലൊരു സോഴ്സ് ആണ്. അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മലേറിയ ഇൻസ്പെക്ടർ, അത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ DSSSB ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ JKSSBയുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വിളിപ്പുറം ആൻഡ് തിരുവള്ളൂർ DHSന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻസ് എന്നിവ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉയർന്ന റാങ്കിൽ എത്താനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം റെഫറൻസ് മെറ്റീരിയൽസ് ഒക്കെ നോക്കി ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് വേണ്ടത് എന്നെല്ലാം കണ്ടുപിടിച്ച് സമയം കളയാതെ ഒരുപാട് സമയം സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ആവശ്യമുള്ള സിലബസിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ റെഫറൻസ് ബുക്കിന്റെ എല്ലാം ഒരു സമ്മറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാപ്സ്യൂൾ, എല്ലാ പോയിന്റും അടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ വളരെ നന്നായിരിക്കില്ലേ? യെസ്, അതുകൊണ്ട് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും അവസരങ്ങളുണ്ട്. ടോപ്പിക് വൈസ് എക്സാംസ് അവൈലബിൾ ആണ്. അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. ഇന്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വെറും 3000 എന്ന നിസ്സാരമായ ടെക് PSC ഓഫർ പ്രൈസിലൂടെയാണ്. സോ ഈ ഒരു എക്സാമിന് ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനും അതോടൊപ്പം മറ്റ് സംശയങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ.